നമ്മൾ വീണ്ടും വന്നേക്കാണ് ഗൈസ്. നിങ്ങൾ കാണുന്നില്ല, ഇപ്രാവശ്യം റിയേഡ് അക്കൗണ്ടിലാണ് വന്നേക്കുന്നത്. പുതിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇന്ന് റിയേഡ് അക്കൗണ്ടിൽ എടുക്കാൻ പോകുന്നത് ഗൈസ്. റിയയ്ക്ക് പൊതുവേ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഇമോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വന്ന സമയത്ത് പറഞ്ഞിരുന്ന ഇമോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ നമ്മളെന്തായാലും എൻ്റെ അക്കൗണ്ടിൽ അറിയാലോ, ഗരീൻ ഓൾറെഡി കാര്യങ്ങളൊക്കെ അയച്ചു തന്നുകൊണ്ട് തന്നെ എനിക്കൊന്ന് സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതും കൂടി ഉണ്ട് ഗൈസ്. എനിക്ക് ഇവൻറ്റും കാര്യങ്ങളും സ്പിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഇവൻറ്റ് പോയി കറക്കാൻ പോകുന്നത്. അത് ഞാൻ ഓൾറെഡി മന്ത്ലി പാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 1024 ഡയമണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതായത് കാണിച്ചു തരാം. നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ പുതിയ ഇവൻറ്റ്. ഇത് എത്ര പേര് കറക്കിൻ്റെ മാക്സിമം കമൻറ്റ് ഇടും. ഓക്കെ, ബ്ലൂ ലോക്കിൻ്റെ ഇവൻറ്റ് കാര്യം കറക്കിൻ്റെ ദിവസം കമൻറ്റ് ഇടും. അത് എന്തുവാടാ ലോഡാവത്ത്? കമോൺ ഗരീന, ടൈം ഔട്ട് ആവുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഈ ഇമോട്ട് ഉണ്ടല്ലോ, ഈ ഇമോട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. മറ്റേ ഒരു പുല്ലിങ്കാട് വരുന്ന ഇമോട്ട് ഉണ്ട്, അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കുന്ന ഈ ഇമോട്ടാണ്. സോ നമ്മൾ ഈ ഇമോട്ട് എടുക്കാനാണ് നോക്കുന്നത്. സോ അറിയില്ല 1000 ടോക്കൺ കിട്ടുന്നു. പിന്നെ ഇവിടെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് പോലെയല്ല, ലെക്കുള്ള അക്കൗണ്ടാണ്. സോ ലെറ്റ്സ് സി. സോ 1000 കിട്ടിയിട്ടില്ല, നമ്മൾ വീണ്ടും ടോപ്പ് ചെയ്യും. 125 ടോക്കണാണ് വേണ്ടത്. അതേപോലെ തന്നെ ബണ്ടിൽ എങ്ങനെ കിട്ടുകയാണെങ്കിൽ ലോട്ടറി. ഓക്കെ, സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 1024 ഡയമണ്ടിൽ എന്തൊക്കെ കിട്ടുന്നു. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് കറക്കാം. ഓക്കെ, സോ ഗരീന ഇതാണ് എനിക്ക് വേണ്ടത്. വെറും 125 ടോക്കണുള്ളൂ. 1000 ഡയമണ്ട് കിട്ടുമായിരിക്കും അല്ലേ? കിട്ടിയ ഭാഗ്യം. സോ ഇന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഞാൻ ക്ലെയിം ചെയ്യാത്തുണ്ടോ ട്ടെ. ഓക്കെ, 50 ഡയമണ്ട് കൂടി നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 1074 ഡയമണ്ട് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ആ കുറക്കപ്പിച്ചില്ല സ്പിൻ ചെയ്ത് ഗൈസ്. 1.5-2 കോടി ഇതായിട്ടുണ്ട് രാവിലെ. സോ ലെറ്റ്സ് സി. നമുക്ക് ആദ്യം തന്നെ ഒരു 20 നോക്കി നോക്കാം. ഞാൻ ബിരിയാണി കിട്ടിയാലോ? ഫസ്റ്റ് സ്പിന്ന് കിട്ടിയിട്ട് പരിപാടി അയച്ച് പോയി കേട്ടത് തുറക്കാം. ഓക്കെ, ഗരീന സർപ്രൈസ്. ഓക്കെ, 2 ടോക്കൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ടായിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, എൻ്റെ അക്കൗണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാൻസ് വളരെ കുറവായിരിക്കും, കുറേ ഡയമണ്ട് പൊട്ടും. പക്ഷേ ഇവിടെ അക്കൗണ്ട് കുറച്ചൊക്കെ എന്നെ പോലെ കുറച്ച് കുരുത്തുള്ള അക്കൗണ്ടാണ്. സോ നമുക്കെന്തായാലും 200 കറക്കാം. ഓക്കെ, ഗ്രീന 200 കറക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു ടോക്കൺ 1 2 എടാ ഇവളത് എൻ്റെ അക്കൗണ്ടിലെ തോന്നുന്നു ഗൈസ്. ഓക്കെ, 2 ഗോഡ് ഗൈസ്. ഓക്കെ, നമുക്ക് കുരുത്തം അത്ര കുരുത്തമൊന്നും ഇല്ല. ഓക്കെ, ഏറെക്കുറെ സെയിം തന്നെയാണ് ഗൈസ്. 19 ടോക്കൺ ആയിട്ടുള്ളൂ. 200 ഡയമണ്ട് ഒടിച്ചിട്ട്. എടാ 19 ടോക്കണിന് 1000-ഒന്നും ഇമോട്ട് കിട്ടൂലല്ലോ. ഇനിമേ നോക്കാം, ഭാഗ്യം എപ്പോഴാണ് വരാനില്ല. ഓക്കെ, സോ ഒന്നുകൂടി കറക്കി നോക്കാം. 1 ഇത് എന്തുവാടോ 1ൻ്റെ പൂരോ? ഇത് വീണ്ടും 1 3 വരുന്നുണ്ട്. 3 2 ഗ്രീന എന്തെങ്കിലും റെയർ ഐറ്റം? നോ ഗായ്സ്. എടാ അത് കുരുത്തല്ലേ കേട്ടോ, അക്കൗണ്ട് കുരുത്തല്ലേടാ. ഞാൻ വെറുതെ കുരുത്തല്ലേ. ഇത് എൻ്റെ അക്കൗണ്ട് കാട്ടി കഷ്ടമുള്ള ഈ അക്കൗണ്ട് അവസ്ഥ. ഈ ഇവൻ്റ് ഭയങ്കര പാടാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നണേ ഇവൻ്റ് ആയതുകൊണ്ട്, ഈ ഇവൻ്റ് ആയതുകൊണ്ട് ഗൈസ് 37 ടോക്കൺ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ. ഓക്കെ, സോ ഇനി 654 ഡയമണ്ട് ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു 20 പോയി നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഈ സംഭവം ഒന്ന് ഓഫായിട്ടേ കേട്ടോ. വീട്ടൊക്കെ ഭയങ്കര ഇൻവൈറ്റാണ്. സോ നമുക്ക് എന്തായാലും ആദ്യം 24 പോയേക്കാം. 20 പോയി നോക്കാം. എങ്ങാനും 20 കിട്ടിയ ബിരിയാണി. ഛേ, ഒരു 20 കൂടി പോയി നോക്കാം. ഓക്കെ, എടാ എത്ര സ്പിന്ന് വേണം? അങ്ങനെ എന്തെയുണ്ടോ? ഓക്കെ, 10 ടോക്കൺ ഗൈസ്. ഓക്കെ, ലാഭം അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അപ്പോൾ ഇപ്പോൾ 49 ടോക്കൺ ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അപ്പോൾ എത്ര സ്പിന്നിൽ അങ്ങനെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത്ര റയർ സ്പിൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്ത് കൊടുത്തണോ? കാണുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും 200 ഇറക്കാം. ഓക്കെ, ഗരീന കമോൺ, ഒന്നും വേണ്ട. ഓ 10 എടേ വീണ്ടും 10. ഒരു 10 യെസ്, സാരം കിട്ടി പോലെ. കിട്ടി. അല്ലെങ്കിൽ ഗരീന ചോദിച്ച ചങ്ക് പറിച്ചു ഗൈസ്. ഒക്കെ നമ്മൾ വിചാരിച്ച സാധനം തന്നെ തന്നിട്ടുണ്ട്. ഇമോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ലാഭം. ഇപ്പം മുതൽ ലാഭമാണ് ഗൈസ്. ഓക്കെ, നഷ്ടമൊന്നുമില്ല. സോ നമ്മൾ കറൻറ്റ്ലി നമ്മൾ ലാഭ പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇനി കടപ്പ് കാണിക്കണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. സോ നമുക്ക് ഇമോട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതൊക്കെ ടോട്ടൽ നമ്മൾ എത്ര ഡയമണ്ട് പൊട്ടിച്ച് ഗൈസ്? ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 600 ഡയമണ്ട് പൊട്ടിച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 600 ഡയമണ്ട് പൊട്ടിച്ചപ്പോൾ അതും കിട്ടി, 80ൻ്റെ ടോക്കണും കിട്ടി ഗൈസ്. ഓക്കെ, സോ ഈ ബണ്ടിലെങ്ങാനും ബിരിയാണി കിട്ടുമോ? ഈ ബണ്ടിലിട്ട് എത്ര ഇത് വേണം ഗൈസ്? ബാക്കി 400 കൂടി കറക്കിയാലോ? അതോ ഫിസ്റ്റ് കറക്കണോ? ഇവളെല്ലാം പകുതി കടിച്ചിട്ടു. അതാണ് ഇവിടെ മെയിൻ പരിപാടി കേട്ടോ. ഇത് പകുതി കടിച്ചിട്ടുണ്ട്, ഇത് കടിച്ചിട്ടില്ല. അത് പകുതി കടിച്ചിട്ടുണ്ട്. ഇവോടെ എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും 414 ഡയമണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്കതുകൊണ്ട് കറക്കി തീർത്തേക്കാം. എങ്ങാനും ബ്ലൂ വാളൊക്കെ റാൻഡമായിട്ട് കിട്ടിയില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാഗിയുടെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഈ സെയിം ടോക്കണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ടോക്കൺ കുറച്ച് സേവ് ചെയ്ത് വെച്ചാൽ വലിയ നഷ്ടം വരില്ല. കാരണം നാഗിയുടെ ഇവൻറ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഇമോട്ടെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്തായാലും 210 അതായത് 200 കൂടി സ്പിൻ ചെയ്തിട്ട് അടുത്ത് തീർത്തേക്കാം. ഓക്കെ, എങ്ങാനും ബിരിയാണി കിട്ടില്ല. ഇവിടെ അക്കൗണ്ടാണ് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം
ലോട്ടറിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയ സാധനങ്ങൾ കിട്ടിയാലോ. ഓക്കെ 2 ടോക്കൺ, 1 ടോക്കൺ, 2 10 പോരട്ടെ കഴിഞ്ഞാൽ 10. കുരുത്തില്ലാത്ത സ്പിന്നത്. ഇത് കുരുത്തില്ലാത്ത സ്പിന്നാ. നോ വേ ഗൈസ്. ഓക്കെ ഇത് ഒരുമാതിരി മൂഞ്ചി സ്പിന്നായി. 96 ടോക്കൺ ആയിട്ടുണ്ട്. ഓക്കെ സോ ലാസ്റ്റിന് ഫൈനൽ ട്രൈ ആയി. ഇതോടുകൂടി നമ്മൾ ടൈമായിട്ട് നമ്മളെ തീരുകയാണ്. ഓക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴപ്പാണിത്. ഇപ്പം നഷ്ടക്കച്ചവടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കരീന ലാസ്റ്റ് സ്പിന്നാണ്. എന്തെങ്കിലുമൊക്കെ മേജിക് മോനെ ബണ്ടിൽ കിട്ടിയ ആ ഒടുക്കത്തിലേക്ക് ബണ്ടിൽ ഒന്ന് വേണ്ട. നോ ഗായ്സ്. അങ്ങനെ ടോട്ടലി 112 ടോക്കൺ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ 112 ടോക്കൺ ആയിട്ടുണ്ട്. സോ ഇതെന്തായാലും നമുക്ക് മറ്റേ നാഗി ബണ്ടിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ, കാരണം അതിൽ ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അവർക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ എടുത്തോട്ടെ ഗൈസ്. എന്തായാലും ബോയ് ബണ്ടിൽ നമുക്ക് ഇപ്പം കറന്റ് എടുക്കാൻ കഴിയില്ല. 225 ടോക്കൺ വേണം. ഞാൻ ബോയ് ബണ്ടിൽ എന്തായാലും അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ജസ്റ്റ് ഇമോട്ട് മാത്രം മതി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇമോട്ട് കിട്ടിയിട്ടുണ്ട്, അത് മതി. സോ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്യൂപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ ഇമോട്ട് സെക്ഷൻ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമോട്ട്. പിന്നെ ഇവർക്ക് കൂടുതൽ ഇമോട്ട്സിനോട് ക്രേസ് തോന്നുന്നു. സോ ഇവിടെ ഇമോട്ട് എപ്പോഴും വാരി വെക്കണമാണ്. സോ ഏത് ഇമോട്ട് എടുത്ത് മാറ്റും? ഏത് ഇമോട്ട്? സോ ഈ തൽക്കാലം ബൂയയുടെ ഇത് മാറ്റാം. ഓക്കെ അയ്യോ ഇങ്ങനെയായിരുന്നു. എന്തൊക്കെയോ ആയല്ലോ. ഓക്കെ എന്തൊക്കെയോ കടുകടായിട്ടുണ്ട്. ഓക്കെ സോ ഇതാണ് നൈസ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഇമോട്ട്. ഓക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ഫുട്ബോൾ ലവേഴ്സൊക്കെ ആണ് എന്തായാലും ഇഷ്ടമാവും. അതേപോലെ തന്നെ ബ്ലൂ ലോക്ക് ഫാൻസൊക്കെ ആണ് നിങ്ങൾ എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇവൾക്ക് ഫുട്ബോളും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർക്ക് ഇമോട്ട് ഇഷ്ടമായിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയ്ക്കുള്ള കേസ് വീഡിയോയിൽ നിങ്ങൾ ഈ ഇവന്റ് കാര്യങ്ങൾ സ്പിൻ ചെയ്തിട്ട് മാക്സിമം കമന്റ് ഇടുക. സോ വെറുത്താണോ ജസ്റ്റ് കവർ ഇടുക? എനിക്ക് തോന്നണോ നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ ലാഭമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വലിയ ലാഭമില്ലാന്ന് തോന്നുന്നു. ഇനിമേ എന്തായാലും നമുക്ക് കിട്ടി. ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ള കേസ് എന്താ വീഡിയോയുടെ അഭിപ്രായം കാര്യങ്ങളോ മാക്സിമം കമന്റ് ഇടുക. സോ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും മാക്സിമം ലൈക്ക് അടിച്ച് കാണാൻ നോക്കുക. അപ്പോൾ ബൈ ഒരു തീപ്പരി ലൈവൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.